+1 ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സോ മച്ച് ഹാപ്പിനെസ്, പെരുത്ത് സന്തോഷം എന്നുള്ള ടോപ്പിക്കിലുള്ള ഈ പോയം എഴുതിയത് നവോമി ശിഹാബ് നായി ആണ് എഴുതിയിട്ടുള്ളത്. ഈ പോയത്തിൽ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ചും സാഡ്നെസ്സിനെ കുറിച്ചും ഉള്ള ഫിലോസഫിക്കലി ഉള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സന്തോഷം അതുപോലെ തന്നെ സങ്കടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ചർച്ചാ വിഷയം. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോകാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു നോ, അറിയുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അറിയുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്ന് വിത്ത് സോ മച്ച് ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പെരുത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്കറിയാൽ എന്നുള്ള പ്രയാസം. എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്നാ വ്യത്യാസം പറയണം. എന്നാൽ സാഡ്നെസ്സുമായുള്ള വ്യത്യാസം എന്താ? എന്നാൽ പക്ഷെ വിത്ത് സാഡ്നെസ്, പക്ഷെ ഈ സാഡ്നെസ്സോടുകൂടെ ദർ ഈസ് സംതിങ് ടു റബ് അഗെയിൻസ്റ്റ്. എന്തെങ്കിലും ദർ ഈസ് സംതിങ്, എന്തെങ്കിലും ഉണ്ടാവും ടു റബ് അഗെയിൻസ്റ്റ്. ഇതിനെ റബ്ബ് ചെയ്യാൻ, ഇതിനോട് തൊട്ടി ഒരുമി നിൽക്കുന്ന എന്തെങ്കിലും മറുവശത്ത് മറ്റൊന്നുണ്ടാവും. സാഡ്നെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ, ആ ദുഃഖത്തിനെ മറികടക്കാൻ ആവശ്യമായ എന്തെങ്കിലും, അതിനെ റബ്ബ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന്, അതിനോട് റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരുസുക, മായ്ക്കുക, റബ്ബർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ അതിന് പറ്റുന്ന, ഇതിന് മറുവശത്ത് റബ്ബ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ സാഡ്നെസ്സിനോട് കൂടെ ഉണ്ടാവും. സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. എന്നുള്ളത് പോലെ ഒരു ഉദാഹരണം പറയുകയാണെ, എ വൗണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്സ്. എ വൗണ്ട്, ഒരു മുറിവ്, വൗണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്. ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്സ്, അത് എന്തിനു വേണ്ടി ഒരു മുറിവ് ഉണ്ടാവും? എന്തിനു വേണ്ടി? ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്സ്. ലോഷൻ അതിന്റെ മരുന്ന്, ലോഷൻ എന്ന് പറഞ്ഞാൽ ദ്രാവകം. അതുപോലെ തന്നെ ക്ലോത്ത്സ്, അതിനെ തുടക്കാനും ഒപ്പിയെടുക്കാനും ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്ത്സ്. ഈ ലോഷനും ക്ലോത്തോടും കൂടെ പരിചരിക്കാനും ഒരു മുറിവ് എപ്പോഴും ഉണ്ടാവും. മുറിവുണ്ടോ, ഒരു ലോഷനും ക്ലോത്തോടും പരിചരിച്ചാൽ മതിയാവും. ഇവിടെ ഈ സങ്കടത്തെ മുറിവിനോട് സാമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാഡ്നെസ്സിനെ ഒരു മുറിവിനോട്, മുറിവ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പെയിൻ, ഇതുപോലെ സാഡ്നെസ് ഉണ്ടാകുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. ഇതിനെ ലോഷൻ കൊണ്ടും ക്ലോത്ത് കൊണ്ടും പരിചരിച്ചാൽ ഈ മുറിവിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു സാഡ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിന് പകരം അതിനെ പരിചരിക്കാനുള്ള, അതിനെ മാറ്റിയെടുക്കാനുള്ള ക്ലോത്തും ലോഷനും യൂസ് ചെയ്യാം. എന്നതുപോലെ ഒരു സാഡ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മൊത്തം തകർന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന് പരിഹാരമാകുന്ന, അവിടെ തന്നെ നമ്മുടെ കൂടെയുള്ള ഈ ലോഷൻ ക്ലോത്ത് പോലെ ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ, അതിന് വേണ്ട രൂപത്തിൽ വേണ്ട സമയത്ത് ചെയ്താൽ തന്നെ പരിഹരിക്കപ്പെടും. ഇതാണ് ഒന്ന് ഈ ഒരു കമ്പാരിസൺ കൊണ്ടുള്ള ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ മുറിവ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഇത്തരം ചെറിയ സൊല്യൂഷൻ കൊണ്ട് പരിഹരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ അത് പരിഹരിക്കാതെ, ഒരു ചെറിയ മുറിവാണെങ്കിലും അതിനെ പരിഹരിക്കാതെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ആ മുറിവ് പഴുത്ത് ആ അവയവത്തിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലെത്തും, നമ്മുടെ ജീവിതം തന്നെ തകരാറാകുന്ന രൂപത്തിലെത്തും. ഇതുപോലെ ഈ ചെറിയ പ്രശ്നമാണെങ്കിലും, ചെറിയ സാഡ്നെസ് ആണെങ്കിൽ പോലും അതിനെ പരിചരിക്കുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ പരിചരിക്കുകയാണെങ്കിൽ, ഈ ഒരു ചെറിയ കാര്യങ്ങളെ കൊണ്ട്, ഈ ഒരു ലോഷൻ വോണ്ട് പോലത്തെ, ലോഷൻ ക്ലോത്ത് പോലത്തെ ചെറിയ കാര്യങ്ങളെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റും. സമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ, സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അത് വളരെ പ്രയാസമായി തീരും. ഇങ്ങനെ വലിയൊരു ആശയം ഈ എ വോണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന ലൈന് കൊണ്ട് പോയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് പോവാം. വെൻ ദ വേൾഡ് ഫാൾസ് അറൗണ്ട് യു, ഈ ലോകം മുഴുവൻ ഫാൾസ്, അത് തകർന്നു വീണാലും, ഇൻ അറൗണ്ട് യു, നിനക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ തകർന്നു വീണാലും, യു ഹാവ് പീസസ്, നിനക്ക് ചില കഷ്ണങ്ങളുണ്ട്, നിനക്ക് ടു പിക്കപ്പ്, നിനക്ക് എടുക്കാൻ, നിനക്ക് പെറുക്കിയെടുക്കാൻ ചില കഷ്ണങ്ങൾ കിട്ടും. സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്, സംതിങ് ടു ഹോൾഡ്, സംതിങ് ടു ഹോൾഡ്, നിനക്ക് പിടിച്ചു വെക്കാൻ, ഇൻ യുവർ ഹാൻഡ്സ്, നിന്റെ കൈകളിൽ നിനക്ക് പിടിച്ച് സൂക്ഷിച്ചു വെക്കാൻ ചില പീസസ് നിനക്ക് എന്ത് കിട്ടും? ചില പീസസ്, ഈ ലോകം, നിനക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ തകർന്നു വീണാലും നിനക്ക് കിട്ടുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകം, നിനക്ക് ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് നിന്റെ പരിസരം മുഴുവനും തകർന്ന് നിനക്ക് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാലും, എല്ലാം തകർന്നാലും, മുഴുവൻ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാലും എന്നർത്ഥം. ഈ ലോകം മുഴുവൻ, നിനക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ തകർന്നു വീണാലും എന്ന് പറഞ്ഞാൽ നിന്റെ മുഴുവൻ പ്രതീക്ഷകളും തകർന്നടിഞ്ഞാലും ശരി, യു ഹാവ് പീസസ് ടു പിക്കപ്പ്, നിനക്ക് പെറുക്കിയെടുക്കാൻ ചില പീസസ് കിട്ടും.
എന്ന് പറഞ്ഞാൽ സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ്, നിന്റെ കൈകളിൽ പിടിച്ച് നിനക്ക് പിടിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഇതിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള പരിസരം മുഴുവൻ തകർന്നു വീഴാണെങ്കിൽ പോലും നമുക്ക് സമാധാനം കണ്ടെത്താനുള്ള വഴികൾ നിന്റെ കൈകളിൽ നിനക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. ഒരു തകർന്നു വീണ ഒരു കെട്ടിടം അല്ലെങ്കിൽ തകർന്നു വീണ ഒരു വസ്തു, പൊട്ടി വീണ ഒരു വസ്തുവിന്റെ പീസസ് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് എടുക്കുക, ഇതേപോലെ നിനക്ക് തകർന്നു വീണാലും അതിൽ ചെറിയ ചെറിയ പീസസുകൾ എടുത്തിട്ട് ഈ സാഡ്നെസ്സിനെ നിനക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ലോകം മുഴുവൻ നിനക്ക് നിന്റെ പരിസരം മുഴുവൻ തകർന്നു വീണാലും ശരി, നിനക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാണ്ടാവും. ചില പീസസുകൾ എടുത്ത് നിനക്ക് പാഠം ഉൾക്കൊള്ളാം. അതിൽ ചില സംഭവങ്ങൾ എടുത്തിട്ട് അതിൽ അവശേഷിക്കുന്ന ചില പാർട്സുകൾ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ അതിലുണ്ടാകും. അതുകൊണ്ട് ഒരു സാഡ്നെസ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് മുഴുവൻ തകർന്നു വീണു എന്നുള്ളത് കൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഡീപ്പായ സാഡ്നെസ്സിലേക്ക് പോകാനുള്ള നിർവാഹമില്ല. പരിഹാരം അവിടെ തന്നെ പെറുക്കിയെടുക്കാൻ നമുക്ക് കൊണ്ട് സാധിക്കും എന്നുള്ള വലിയ ആശയത്തിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് മുറിച്ചെടുത്താലും ബാക്കി ഉണ്ടാകുന്ന കുറ്റിക്കാണ് ടിക്കറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓർ ചേഞ്ച്, നമ്മൾ പറയില്ലേ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ചില്ലറ ക്യാഷ്. അപ്പൊ ഏതുപോലെ ടിക്കറ്റ് സ്റ്റെപ്സ് പോലെ ഒരു മുറിച്ചെടുത്ത ടിക്കറ്റിന്റെ ബാക്കി പീസ് നമ്മൾ കയ്യിൽ പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച്, ഒരു കോയിൻസ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന റീസൺ മതി നമുക്ക് നമ്മുടെ സാഡ്നെസ്സിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. അത് മതി നമുക്ക് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ. അത്തരം ചെറിയ ചെറിയ സംഗതികൾ കൊണ്ട് നമുക്ക് ഇതിൽ പാഠം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബട്ട് ഇനി പറയാൻ പോവാണ് ബട്ട് ഹാപ്പിനെസ്. പക്ഷെ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് സാഡ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യത്തെ വരിയിൽ മാത്രമാണ് സന്തോഷത്തെ കുറിച്ച് പറഞ്ഞത്. ഹാപ്പിനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്ത രൂപത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അത് വളരെ ആഹ്ലാദത്തിലായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതുപോലെയല്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അതിനെ എഗെയിൻസ്റ്റ്, അതിനെ ശരിയാക്കാനുള്ള, റബ്ബ് ചെയ്യാനുള്ള ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഒരു മുറിവ് പോലെയാണ്. ആ മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിചരിക്കാൻ ചെറിയ ലോഷനും ഒരു ടെൻറ്റും മതി പരിചരിക്കാൻ. വളരെ പെട്ടെന്ന് പരിചരിക്കുകയാണെങ്കിൽ ഇത്ര വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അത് വളരെ അപകടത്തിലേക്ക് എന്നെത്തും. സാഡ്നെസ്സിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പരിസരം മുഴുവനും തകർന്നു വീണാൽ പോലും ചെറിയ ചെറിയ പീസസുകൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ നമുക്ക് ഉപകാരങ്ങൾ, ഓരോ തകർച്ചയിൽ നമുക്കൊരു പാഠങ്ങൾ ഉണ്ടാകും. അതിനെ പരിഹരിക്കാൻ അതിന്റെ ചില പീസസുകൾ മതിയാകും. അതുപോലെ തന്നെ ഉദാഹരണം പറഞ്ഞു, ഏതുപോലെ സ്റ്റെപ്സ്, ടിക്കറ്റ് സ്റ്റെപ്സിനെ പോലെ, ടിക്കറ്റിന്റെ കുറ്റിയെ പോലെ, പീസിനെ പോലെ, അതുപോലെ തന്നെ ചേഞ്ചിനെ പോലെ, കോയിൻസുകളെ പോലെ. ഇതിൽ മറ്റൊരു ആശയം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ കവി പോയറ്റ് ഉദ്ദേശിക്കുന്ന മറ്റൊരു ആശയം എന്ന് പറഞ്ഞാൽ, ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണെങ്കിൽ, സാഡ്നെസ് ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമാണ്. സാഡ്നെസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഈ ഒരു കോയിൻസ് നമ്മൾ പിടിക്കുന്ന പോലെ അതിന്റെ പരിഹാരങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളായിരിക്കും. അതിന് ടച്ചബിൾ ആയിരിക്കും, വിസിബിൾ ആയിരിക്കും, കാണാൻ പറ്റുന്ന സംഗതികളായിരിക്കും, ടച്ച് ചെയ്യാൻ പറ്റുന്ന സംഗതികളായിരിക്കും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണെന്ന് അറിയാത്തൊരു ഒരു തോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ സ്റ്റാൻസയിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹാപ്പിനെസ്സിന്, സത്യത്തിൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് സോ മച്ച് ഹാപ്പിനെസ്, പെരുത്ത് സന്തോഷം എന്നുള്ളതാണെങ്കിൽ ഇതുവരെ പറഞ്ഞ സാഡ്നെസ്സിനെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ച്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. പക്ഷെ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫ്ലോട്ട്സ്, അതിങ്ങനെ ഭാരമില്ല. ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുപ്പന്താടിക്ക് ഇങ്ങനെ കാറ്റിൽ പറന്നു പോകുന്നത് പോലെ, ഈ കാറ്റിൽ ഇങ്ങനെ തെന്നി നടക്കുക എന്നുള്ളത് പോലത്തെ ആ ഒരു ഒഴുകി നടക്കുക എന്നൊക്കെ ചിലപ്പോൾ അതിനർത്ഥം കാണും. ഇങ്ങനെ ഭാരമില്ലാതെ ഒഴുകി നടക്കുന്നതിനാണ് ഫ്ലോട്ട്സ് എന്ന് പറയാം. നമ്മുടെ ഈ സിലബസ് മാറുന്നതിന് മുമ്പുള്ള നമ്മുടെ പിന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളതിൽ ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി നടക്കണം, എല്ലായിടത്തും പരന്ന് നടക്കണം. ഇറ്റ് ഡസൻ നീഡ് യു, അതിന് നിന്റെ ആവശ്യമില്ല. ടു ഹോൾഡ് ഇറ്റ് ഡൗൺ, ഈ ഹാപ്പിനെസ്സിനെ അത് പിടിച്ചു വെക്കാൻ നിന്റെ ആവശ്യമില്ല. നീഡ് യു, അതിന് നിന്റെ ആവശ്യമില്ല. ടു ഹോൾഡ് ഇറ്റ് ഡൗൺ, ഈ ഹാപ്പിനെസ്സിനെ അത് പിടിച്ചു വെക്കാൻ നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിനെ പിടിച്ചു വെക്കരുത്. അതുപോലെ തന്നെ ഇറ്റ് ഡസൻ നീഡ് എനിത്തിങ്, ഹാപ്പിനെസ്സിന് ഒരാളെയും ആവശ്യമില്ല. ഹാപ്പിനെസ് ഇങ്ങനെ വളരെ സ്വതന്ത്രമായി
വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ഫ്രീഡത്തോടു കൂടെ ഹാപ്പിനെസ് ഇങ്ങനെ നടക്കുകയാണ്. അത് ആരും ബ്ലോക്ക് ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലായിടത്തേക്കും പോകും. നമുക്ക് മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ പാടില്ല എന്നുള്ള ചിന്ത ശരിയല്ല. മറിച്ച് ഹാപ്പിനെസ് എല്ലായിടത്തേക്കും ഒഴുകിപ്പോകും. അപ്പൂപ്പൻ താടി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വരാൻ പാടുള്ളൂ, നമ്മുടെ അയൽപക്കത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ എന്ന് വിചാരിക്കുന്നത് അത് വിഡ്ഢിത്തരമായതുപോലെ തന്നെ ഹാപ്പിനെസ് എനിക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അസൂയ, എൻവിയസ്, അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കവി ഉള്ളിലൂടെ സൂചിപ്പിക്കുന്നത്. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദി റൂഫ്. ഹാപ്പിനെസ് ലാൻഡ്സ്, അത് ലാൻഡ് ചെയ്യുക എന്നല്ല, നമ്മൾ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെന്നിറങ്ങുക. ഹാപ്പിനെസ് ചെന്നിറങ്ങുന്നു ഓൺ ദി റൂഫ് ഓഫ് ദി നെക്സ്റ്റ് ഹൗസ്. നമ്മുടെ അടുത്തുള്ള വീട്ടിലെ, നെക്സ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീട്, നമ്മുടെ അടുത്തുള്ള വീട്ടിന്റെ റൂഫിൽ പോയി ഹാപ്പിനെസ് ചിലപ്പോൾ ചെന്നിറങ്ങും. സിംഗിങ്, അതവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടും. ഇതിൽ ഹാപ്പിനെസ്സിനെ നല്ല പാട്ട് പാടുന്ന, സന്തോഷമുള്ള, സമാധാനമുള്ള, മനുഷ്യന് ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് പാടുന്ന പക്ഷിയോട് സാമ്യപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഓക്കെ, സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ്. ആൻഡ് ഡിസപ്പിയേഴ്സ്, അതിങ്ങനെ അടുത്തുള്ള ആളെ വീട്ടിലേക്ക് ചെന്ന് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ്. എപ്പോഴാണോ അതിന് ആവശ്യം തോന്നുന്നത് അതോ അപ്പോൾ ആ സമയത്ത് ഡിസപ്പിയർ ആകും, അത് ചെന്ന് പോവുകയും ചെയ്യും. ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് ഹാപ്പിനെസ് എപ്പോഴും വരാം, എപ്പോഴും പോകാം. ഇന്ന് രാവിലെ നമുക്ക് ഹാപ്പിനെസ്സോട് കൂടി എഴുന്നേൽക്കാൻ പറ്റിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് സാഡ്നെസ് ആയിരിക്കും. വൈകുന്നേരം സാഡ്നെസ് ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഹാപ്പിനെസ് ആയിരിക്കും. ഇങ്ങനെ ഹാപ്പിനെസ് എപ്പോഴാണ് വരിക പോവുക എന്ന് പറയാൻ പറ്റില്ല. അത് വളരെ ഫ്രീഡത്തോടു കൂടി ഇൻഡിപെൻഡൻ്റ് ആയി അതിങ്ങനെ ഒഴുകി നടക്കുകയാണ്, പറന്ന് നടക്കുകയാണ്. അത് ആരെടുത്തേക്കും വരും, ആരെടുത്തൊന്നും പോവുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ നമുക്കൊരു സാഡ്നെസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ താറുമാറായിപ്പോയി, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് സന്തോഷം ഇല്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നതിന് പകരം അത് ഇപ്പോൾ നമുക്ക് സാഡ്നെസ് ആണെങ്കിൽ അത് എപ്പോഴാണ് സന്തോഷത്തിന് വരാൻ തോന്നുന്നത് ആ സമയത്ത് പോകും. ഇപ്പൊ എനിക്ക് സന്തോഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കിനി സങ്കടം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയം എനിക്ക് ഈ സന്തോഷം പോകാനും സാധ്യതയുണ്ട്, അപ്പൊ എനിക്ക് സങ്കടം വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഒരു ഹാപ്പിനെസ്സിന്റെയും സാഡ്നെസ്സിന്റെയും ഇടയിലൂടെ വളരെ ബോധ്യത്തോടു കൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സാഡ്നെസ് ഉള്ള ആളുകൾക്ക് പരിചരണം കൊടുക്കാൻ, അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ. ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് എനിക്കിനി സങ്കടം വരൂല എന്ന് തോന്നി എന്ന് ചിന്തിച്ചിട്ട് മറ്റു സങ്കടമുള്ള ആളുകളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെ വളരെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ പാഠങ്ങളാണ് ഈ ഒരു പോയിന്റ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, യു ആർ ഹാപ്പി എയ്തർ വേ. നിനക്ക് ഏത് വിധേനയും നിനക്ക് സന്തോഷിക്കാം. എങ്ങനെ നിനക്ക് സന്തോഷിക്കാം, നീ ചിന്തിച്ചാൽ മാത്രം മതി. യു ആർ ഹാപ്പി എയ്തർ വേ. ഏത് വഴിയിലൂടെ നിനക്ക് സന്തോഷിക്കാം. നിനക്കിപ്പോ വളരെ പ്രയാസമുള്ള ഒരു ഘട്ടമാണെങ്കിൽ പോലും നിനക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു നല്ല സമൃദ്ധമായ ഹാപ്പിനെസ് ഉള്ള കാലത്തെ ഓർത്ത് നിനക്ക് ഇപ്പോഴും സന്തോഷിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ പ്രയാസം ഉണ്ടെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ച് നിനക്ക് ചിന്തിച്ച് വീണ്ടും സന്തോഷിക്കാം. ഇങ്ങനെ ഏത് വഴിയിലാണെങ്കിലും സന്തോഷിക്കും. ഇപ്പോ നല്ല ഡ്രസ്സ് ഉള്ള സമയത്ത് സന്തോഷിക്കുന്നത് പോലെ ഒരു ചീത്ത ഡ്രസ്സുള്ള സമയത്തും ഇത്രയും ഡ്രസ്സില്ലാത്ത ആളുകളെ ഉണ്ടല്ലോ, ഇത്രയും ഡ്രസ്സില്ലാത്ത ആളുകൾ അവരെ കാണുന്ന സമയത്ത് അവരെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഇപ്പൊ എനിക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് ആസ്വദിക്കാം. അതെന്ന് പറഞ്ഞാൽ യു ആർ ഹാപ്പി എയ്തർ വേ. ഈവൻ ദി ഫാക്ട് യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ്. ഏത് സമയത്ത് വരെ നമുക്ക് സന്തോഷിക്കാം. ഈവൻ ദ ഫാക്ട് ദാറ്റ്, എന്താണ് സത്യം എന്നറിയോ? യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ്. ഒരിക്കൽ ലിവ്ഡ്, നീ ജീവിച്ചു, ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ്. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള പീസ്ഫുൾ ആയ ട്രീ ഹൗസ്, മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയ നല്ല ഒരു വീട്ടിൽ നീ താമസിച്ചിരുന്നു. ഒരിക്കൽ നീ അവിടെയാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ നീ താമസിക്കുന്ന എവിടെയാണ്? ലിവ് ഓവർ എ കോറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ്. ഓവർ എ കോറി, നീ ഒരു കോറിക്ക് മുകളിലാണ്, കോറിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഓഫ് നോയ്സ്, അവിടെ ഭയങ്കര ശല്യങ്ങൾ, അപശബ്ദങ്ങളാണ്. കോറി എന്ന് പറയുന്നത് നമ്മുടെ പാറക്കല്ല് പൊട്ടിക്കുന്ന കോറി ഉണ്ടല്ലോ, ആ കോറിയുടെ നോയ്സ്, അപശബ്ദങ്ങൾ, പാറ പൊട്ടിക്കുന്ന, ലോഡ് ഇറക്കുന്ന ഒക്കെ ശബ്ദങ്ങൾ. ആൻഡ് ഡസ്റ്റ്, വളരെ പൊടിപടലങ്ങൾ നിറഞ്ഞൊരവസ്ഥയാണുള്ളത്. ഇങ്ങനെയാണെങ്കിൽ പോലും നിനക്ക് സന്തോഷിക്കാം. നീ എവിടെ ആയിരുന്നു? മുമ്പൊരിക്കൽ നീ വളരെ പീസ്ഫുൾ ആയ നല്ല ഒരു മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള ഒരു വീട്ടിലായിരുന്നു താമസം. ഇപ്പൊ നീ മാറിയിട്ട് ഇപ്പൊ താമസിക്കുന്ന ഒരു കോറിയുടെ അടുത്ത് വളരെ നോയ്സാണ്, ഒരു സമാധാനം ഇല്ല. അതുപോലെ തന്നെ ഡസ്റ്റാണ്, മുഴുവൻ പൊടിയാണ്. ഈ പൊടിപടലങ്ങൾ നിറഞ്ഞ ശബ്ദം കൊണ്ട് പിന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളതെങ്കിലും മുമ്പ് നല്ല സന്തോഷമുള്ള അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും നിനക്ക് സന്തോഷിക്കാം എന്നാണ് പറയുന്നത്. കനോട്ട് മേക്ക് യു അൺഹാപ്പി. ഇങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥക്കൊന്നും കനോട്ട് മേക്ക് യു
നിന്നെ ആക്കാൻ സാധ്യമല്ല അൺഹാപ്പി, നിന്നെ സന്തോഷമില്ലാത്ത ഒരാളാക്കാൻ സാധ്യമല്ല. ഈ ഒരു അവസ്ഥക്ക് പോലും നിന്നെ സന്തോഷമില്ലാത്ത ആളാക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? നിനക്ക് നിന്റെ കഴിഞ്ഞ കാലത്ത് നീ താമസിച്ചിരുന്ന ആ വീട്ടിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റിനെ കുറിച്ച് ആലോചിച്ച് നിനക്ക് സന്തോഷിക്കാം. കോറിക്ക് അടുത്താണ് താമസിക്കുന്നതെങ്കിലും ഈ ഒരു സൗകര്യം പോലും ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ ആലോചിച്ച് അപ്പോഴും നിനക്ക് സമാധാനിക്കാം. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പരിസരം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ മൈൻഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവർക്ക് മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടാകുക. ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു രാജാവ് അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ പ്രക്ഷോഭം കാരണം വളരെ പ്രയാസപ്പെട്ട് രാത്രി ഉറക്കില്ലാതെ, ദിവസങ്ങളോളം രാത്രി ഉറക്കില്ലാതെ ഇങ്ങനെ വന്നിരിക്കുക. രാവിലെ വന്നിട്ട് ചെറിയ ജനലിന്റെ അടുത്ത് വന്നിട്ട് വെള്ളം കുടിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ അരുവിയുടെ സൈഡിലൂടെ, ആ ഭാഗത്തിലൂടെ ഒരു യാത്രക്കാരനായ ഒരു പാവപ്പെട്ട ഒരു യാത്രക്കാരൻ, നാട് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടുകളുമായി ചുമന്നു വന്ന് അവിടെ വെച്ച് ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് തുറന്ന്, ഒരു മരച്ചുവട്ടിൽ വെച്ച് ആ ഭാണ്ഡക്കെട്ട് തുറന്ന് ചെറിയൊരു കപ്പെടുത്ത് ഈ അരുവിയിൽ നിന്ന് വെള്ളം മുക്കി ഒരു ഉണങ്ങിയ റൊട്ടി എടുത്ത് ആ വെള്ളത്തിൽ മുക്കി അദ്ദേഹം കഴിച്ചിട്ട് ഭാണ്ഡക്കെട്ട് തിരിച്ച് കെട്ടി അദ്ദേഹം അതേപോലെ തന്നെ ആ മരത്തിന് ചുവട്ടിൽ ആ ഭാണ്ഡക്കെട്ടിൽ തലവെച്ച് സുഖമായി ഉറങ്ങുന്ന ഒരു കാഴ്ച രാജാവ് കാണും. ഈ രാജാവ് കാണുന്ന സമയത്ത് രാജാവ് വിചാരിക്കുകയാണ്, എനിക്ക് ഇത്രയും വലിയ മെത്തയും സൗകര്യങ്ങളും എല്ലാം പരിചാരകരും എല്ലാം ഉണ്ടായിട്ട് ഞാൻ ആഴ്ചകളോളം ഉറക്കില്ലാതിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീട് പോലും ഇല്ലാതെ, ഒരു പരിചാരകരും ഇല്ലാത്ത, ഒരു സൗകര്യം ഇല്ലാത്ത ഇയാൾ വളരെ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു രാജാവ് ചിന്തിക്കുകയും അദ്ദേഹം രാജ്യം വിട്ട് ഉപേക്ഷിച്ചു പോയ ഒരു കഥയുണ്ട്. എന്നതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് ആ വീടും നാടും ഇല്ലാത്ത, ആരോരുമില്ലാത്ത അദ്ദേഹത്തിന് അവിടെ ഹാപ്പിനെസ് തോന്നിയത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൊണ്ടാണ്. എന്നാൽ ഈ രാജാവിന് ഹാപ്പിനെസ് ഇല്ലാതായത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും വരിക. അതുകൊണ്ട് നിനക്ക് ഇത്രയൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവകൾക്കൊന്നും നിന്നെ അൺഹാപ്പി ആക്കാൻ കഴിയില്ല. നിന്നെ അൺഹാപ്പി ആക്കാൻ കഴിയുന്നത് നിനക്ക് തന്നെയാണ്, നിന്റെ മനസ്സിന് തന്നെയാണ് നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. നമ്മെ സങ്കടപ്പെടുത്തുന്നത് സത്യത്തിൽ നമ്മുടെ പരിസരമല്ല, നമ്മൾ തന്നെയാണ് എന്നുള്ള വലിയ ആശയമാണ് പോയറ്റ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എവറിത്തിങ് ഹാസ് എ ലൈഫ് ഇറ്റ്സ് ഓൺ, ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാ വസ്തുക്കൾക്കും ഹാസ് എ ലൈഫ്, ഒരു ജീവിതമുണ്ട്, ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു പരിസരമുണ്ട്, സാഹചര്യമുണ്ട്, ജീവിതമുണ്ട്. ഇറ്റ്സ് ടു കുഡ് വേക്ക് അപ്പ് ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇറ്റ്സ് ടു കുഡ് വേക്ക് അപ്പ്, നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ്, ഒരുപാട് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സാധ്യതകൾ, പോസിബിലിറ്റീസ്. ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സാധ്യതകളെ കൊണ്ട് നിറച്ച് നിനക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കഴിയും. എന്തിന്റെ സാധ്യതകൾ? ഓഫ് കോഫി കേക്ക്. ഒരു കോഫി കേക്കിനെ കുറിച്ച് ആലോചിച്ച് നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് വളരെ സന്തോഷത്തിൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. ആൻഡ് റിപ്പ് പീച്ചസ്, പിന്നെ പഴുത്ത പീച്ച് പഴത്തെ. ഈ പോയറ്റിന്റെ നാട് നമ്മുടെ അമേരിക്കനാണ്, അതുപോലെ തന്നെ പലസ്തീനിയനാണ്. ആ നാടുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കോഫി കേക്കും അതുപോലെ തന്നെ റിപ്പ് പീച്ചസ്. നല്ല പഴുത്ത് ഭാഗം, റിപ്പ് പീച്ചസ് എന്ന് പറഞ്ഞാൽ പഴുത്ത് ഭാഗമായ പീച്ച് പഴങ്ങൾ. ഇത് ആലോചിച്ച് വരെ നിനക്ക് അത് വളരെ സുലഭമായി കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ആലോചിച്ച് നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് സന്തോഷിക്കാം. വേണമെങ്കിൽ അതിന്റെ സാധ്യതകൾ, അത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോസിബിലിറ്റിന് സാധ്യതകളുണ്ട്. ഒരു കോഫി കേക്ക് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ആലോചിച്ച് നിനക്ക് ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ എഴുന്നേൽക്കാം. അതുപോലെ തന്നെ നല്ല പഴുത്ത് ഭാഗമായ പീച്ച് പഴം ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നിനക്ക് സന്തോഷത്തോടെ എഴുന്നേൽക്കാം എന്നുള്ളതാണ് കവി പറയുന്നത്. ആൻഡ് ലവ് ഈവൻ ദി ഫ്ലോർ, നിനക്ക് ആരെ വരെ സ്നേഹിക്കാൻ പറ്റും? ആൻഡ് ലവ്, നിനക്ക് സ്നേഹിക്കാം. ഈവൻ ദി ഫ്ലോർ, നമ്മുടെ ഫ്ലോർ, നമ്മുടെ തറയെ പോലും നിനക്ക് സ്നേഹിക്കാം. വിച്ച് നീഡ്സ് ടു ബി സ്വപ്റ്റ്, അതിനെ അടിച്ചു വരാനുണ്ട്. ഇപ്പോൾ ഡേർട്ടി ആയി കിടക്കുന്ന, ഇപ്പോൾ അഴുക്കുകൾ നിറഞ്ഞ പിന്നെ ചപ്പുചവറുകൾ നിറഞ്ഞ ഫ്ലോർ ആണെങ്കിൽ പോലും അതിനെ വരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. എന്നാൽ നിനക്ക് സങ്കടപ്പെടാം, ഇതൊക്കെ ഇനി അടിച്ചു വരണമല്ലോ, ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ, ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ഈ ഫ്ലോറിനെ വെറുക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാം. എന്നാൽ അതേസമയം തന്നെ എന്നെ ചുമന്നു നിൽക്കുന്ന, എനിക്ക് നടക്കാൻ സൗകര്യം ചെയ്തു തരുന്ന എൻ്റെ ഫ്ലോർ എന്ന് വിചാരിച്ച് ഈ ഫ്ലോറിന് അതിൻ്റെതായ ജീവൻ നൽകി ഈ ഫ്ലോറിനോട് കുശലാന്വേഷണങ്ങൾ നടത്തി, നിന്റെ ശരീരത്തിലേക്ക് ആകെ പൊടിയായോ, ഞാൻ വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ ഫ്ലോറിനെ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എവറിത്തിങ് ഹാസ് ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ.
അതിന് അതിൻ്റെതായ ജീവിതമുണ്ട്, ജീവനുണ്ട് എന്ന് സങ്കല്പിച്ച് അതിനോട് നിനക്ക് കുശലാന്വേഷണങ്ങൾ പറഞ്ഞ് അതിനെ വൃത്തിയാക്കി നിനക്ക് അതിനെ ആ ഫ്ലോറിനെ പോലും സ്നേഹിക്കാം. അതേ മറുപക്ഷത്ത് അതേ സമയം തന്നെ ഈ ഫ്ലോറിനെ ഒരു ഫ്ലോർ മാത്രമായി കണ്ട് വേസ്റ്റുകൾ കാണുന്ന സമയത്ത് അതിൽ മനസ്സിനെ പ്രയാസപ്പെട്ട് ഇതൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിനക്ക് പ്രയാസപ്പെടാം. ഓക്കെ, ദ സോയിൽഡ് ലിനൻസ്, സോയിൽഡ് എന്ന് പറഞ്ഞാൽ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്, സോയിൽഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് പുരണ്ട, ലിനൻ എന്ന് പറഞ്ഞാൽ ക്ലോത്ത്സ്. സോയിൽഡ് ലിനൻ മണ്ണ് പുരണ്ട ക്ലോത്തുകൾ, ചളി പുരണ്ട ക്ലോത്തുകൾ, ആൻഡ് സ്ക്രാച്ച്ഡ് റെക്കോർഡ്സ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ എഴുതി ഉണ്ടാക്കിയ റെക്കോർഡിൽ സ്ക്രാച്ച് വീഴുക, അതിലൊക്കെ കേടുപാടുകൾ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന റെക്കോർഡ്, പണ്ട് TV പിന്നെ നമ്മുടെ CD ഒക്കെ ഉള്ള കാലത്ത്, അതുപോലെ തന്നെ പഴയ കാസറ്റുകളുടെ കാലത്ത് അതിൽ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും കേൾക്കൂല, ഒന്നും മനസ്സിലാവുകയില്ല, ഉപയോഗശൂന്യമാവും. ഇങ്ങനെ സ്ക്രാച്ച് വന്ന റെക്കോർഡ്സ്, ആ റെക്കോർഡ്സുകൾ ആലോചിച്ച് അതുപോലെ തന്നെ മണ്ണ് പുരണ്ട ക്ലോത്തുകൾ ആലോചിച്ചൊക്കെ നിനക്ക് അവകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. സ്ക്രാച്ച് വീണാലോ നിന്നെ അതിൻ്റെതായ ലൈഫ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഒരു CD, ആ CD-യിൽ സ്ക്രാച്ച് വീണു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ എന്ത് കൊള്ളാം, ഈ സ്ക്രാച്ച് വീണതൊക്കെ നശിച്ചു പോലെ, ഇനി എന്താ ചെയ്യുക, ഇങ്ങനെ സങ്കടപ്പെടാവുന്നൊരിക്കൽ. അല്ലെങ്കിൽ ഇതിൻ്റെതായ ഒരു ലൈഫ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോട് സംസാരിക്കാം. നിന്റെ അടുത്തൊക്കെ ഫുള്ള് സ്ക്രാച്ച് ആയോ, ഇനി എന്താ ചെയ്യുക, നമുക്ക് സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് അതിന് നിനക്ക് സ്നേഹം കൊടുക്കാം. നിന്റെ ഡ്രസ്സിൽ ചളിയായി കഴിഞ്ഞാൽ, വൃത്തികേടായി കഴിഞ്ഞാൽ, ഒരു ഡ്രസ്സൊക്കെ മുഴുവൻ അലക്കാനായല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ട് അതിനൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ നിനക്ക് നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കാം. നേരെ മറിച്ച് എന്റെ ശരീരത്തെ കവർ ചെയ്യുന്ന, എന്നെ സംരക്ഷിക്കുന്ന എന്റെ ഡ്രസ്സാണല്ലോ, ഇതിൽ ചളിയായിപ്പോയോ, ഞാൻ അലക്കിത്തരാമെന്ന് പറഞ്ഞ് വളരെ ഒരു ചെറിയ കുട്ടിയുടെ മുഖത്ത് ചളി പുരണ്ടാൽ നമ്മൾ വാത്സല്യത്തോടുകൂടെ തടവി കൊടുക്കുന്ന അതേ ലാഘവത്തോടെ നമ്മുടെ ഡ്രസ്സ് നമുക്ക് അലക്കാം. അടുത്ത അവസാനത്തെ ഭാഗത്തേക്ക് പോവാണ്. സിൻസ് ദർ ഈസ് നോ പ്ലേസ് ലാർജർ ഇനഫ്, സിൻസ് ദർ ഈസ് നോ പ്ലേസ്, ഒരു സ്ഥലം ഉണ്ടാവുകയില്ല, ലാർജർ വലിയ സ്ഥലം ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും, ഇനഫ് മതിയായ, ഈ എന്തിനു വേണ്ടി മതിയായ, ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്, ടു കണ്ടെയ്ൻ ഉൾക്കൊള്ളാൻ, സോ മച്ച് ഹാപ്പിനെസ്, ഇത്രയധികം പെരുത്ത് സ്നേഹത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു പ്ലേസ് ഉണ്ടാവില്ല. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ദർ ഈസ് നോ പറഞ്ഞാൽ ഉണ്ടാകില്ല, ഇല്ല, പ്ലേസ് ഒരു സ്ഥലം ഉണ്ടാകില്ല, ലാർജ് വളരെ വലിയൊരു സ്ഥലമില്ല, ഇനഫ് മതിയായതായ, ടു കണ്ടെയ്ൻ ഉൾക്കൊള്ളാൻ, മച്ച് ഹാപ്പിനെസ് ഒരുപാട്, ഇത്രയധികം സോ മച്ച് ഹാപ്പിനെസ് ഇത്ര പെരുത്ത് സന്തോഷത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലവും ഉണ്ടാകില്ല. യുഷ്റൻ, അതുകൊണ്ട് തന്നെ നീ എന്താ ചെയ്യേണ്ടത്, യുഷ്റൻ നീ നിന്റെ ഷോൾഡറൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് നീ ഒന്ന് ബോൾഡ് ആകുക. അതുപോലെ തന്നെ റൈസ് യുവർ ഹാൻഡ്സ്, നിന്റെ കൈകളൊക്കെ ഒന്ന് ഉയർത്തുക. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു, അങ്ങനെ ഇത് നിന്നിൽ നിന്ന് പുറത്തേക്ക് പകർന്നു കൊടുക്കട്ടെ. ഈ സ്നേഹം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തേക്ക് ഒഴുകട്ടെ. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു, അങ്ങനെ ഇത് നിനക്ക് പുറത്തേക്ക് ഒഴുകട്ടെ. ഇൻ ടു എവ്രിതിങ്, എല്ലാ വസ്തുക്കളിലേക്കും നീ ടച്ച് ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലേക്കും ഈ ഹാപ്പിനെസ് ഇങ്ങനെ നിറഞ്ഞൊഴുകട്ടെ. യു ആർ നോട്ട് റെസ്പോൺസിബിൾ, നിനക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. യു ആർ നോട്ട് റെസ്പോൺസിബിൾ, നിനക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല. നീ പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ഹാപ്പിനെസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഹാപ്പിനെസ് അത് എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് ഇത് ഹാപ്പിനെസ് ആയി മാറുന്നത്. മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉപകാരപ്പെടണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ അത് ആസ്വദിക്കാനാകുന്നത്. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായി, ഞാൻ അതിന്റെ മനസ്സിൽ ആരും അറിയാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതും, എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഷോൾഡറൊക്കെ ഉയർത്തി, എൻ്റെ കൈയൊക്കെ ഉയർത്തി ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ആവേശം പ്രകടിപ്പിക്കുമ്പോഴും എനിക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. ഹാപ്പിനെസ് പ്രകടിപ്പിക്കുമ്പോൾ ഒന്നാമതായി അതിന്റെ ഗുണം കിട്ടുന്നത് എനിക്ക് തന്നെയാണ്, എൻ്റെ മനസ്സിന് തന്നെയാണ്. രണ്ടാമതായി എല്ലാവർക്കും, നമ്മൾ ആരൊക്കെ ടച്ച് ചെയ്യുന്നു അവർക്കൊക്കെ ഹാപ്പിനെസ് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ, ഈ ഒരു ഭാഗത്തിലൂടെ ആയിട്ട് സൂചിപ്പിക്കുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം, എനിക്ക് മാത്രം ആസ്വദിക്കാനോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാനോ ഉള്ളതല്ല. അത് നീ പ്രകടിപ്പിക്കുമ്പോഴാണ് നിനക്കത് ഹാപ്പിനെസ് അതിൻ്റെതായ ലെവലിൽ നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഹാപ്പിനെസ് പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. യു ടേക്ക് നോ ക്രെഡിറ്റ്, ഇതിന്റെ ക്രെഡിറ്റ് എടുക്കൊന്നും വേണ്ട. ഞാനാണ് അവർക്ക് സന്തോഷം കൊടുത്തത് എന്നുള്ള ക്രെഡിറ്റ് ഒന്നും എടുക്കേണ്ട. ആസ് ദ നൈറ്റ് സ്കൈ, ഏതുപോലെ ഒരു ഉദാഹരണം പറയാണ്, ആസ് ദ നൈറ്റ് സ്കൈ, രാത്രിയിലെ ആകാശത്തെ പോലെ. ടേക്സ് നോ ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് എടുക്കുന്നില്ല. ടേക്സ് നോ ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഫോർ ദി മൂൺ, ആരുടെ കേസിൽ? ഫോർ ദി മൂൺ, ചന്ദ്രന്റെ കേസിൽ രാത്രിയിലെ ആകാശം ക്രെഡിറ്റ് എടുക്കുന്നില്ല. രാത്രിയിലെ ചന്ദ്രന് ഇത്ര ഭംഗി തോന്നിപ്പിക്കുന്നത്
മൂണിന് ഇത്ര ഭംഗി തോന്നിപ്പിക്കുന്നത് സത്യത്തിൽ രാത്രിയിലെ ആ ഇരുളടഞ്ഞ ആ ഒരു ആകാശമാണ്. ആകാശം അതിന്റെ വെളിച്ചത്തെ പിൻവലിക്കുമ്പോഴാണ് ഈ ചന്ദ്രന്റെ വെളിച്ചം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. സത്യത്തിൽ പകൽ വെളിച്ചത്തിൽ പോലും ചന്ദ്രൻ അതുപോലെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചന്ദ്രനെ പകലുണ്ടെങ്കിലും പലപ്പോഴും അതിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റാത്തത്? സ്കൈ അതിന്റെ പ്രകാശത്തിനേക്കാൾ കൂടുതൽ സ്കൈയിൽ ആകാശത്തിൽ പ്രകാശം ഉണ്ടാകുമ്പോൾ ചന്ദ്രനെ നമുക്ക് പലപ്പോഴും അതിന്റെ ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ആ ചന്ദ്രന്റെ ഭംഗിയെ നമ്മിലേക്ക് പകർന്നു നൽകിയത് സത്യത്തിൽ ഈ ഇരുളടഞ്ഞ ആകാശമാണ്. പക്ഷെ ആകാശം എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. അത് എല്ലാ ദിവസവും അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ആ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കാണുമ്പോഴാണ് ആ ആകാശത്തിന്റെ ഭംഗി കൂടെ ഒന്ന് കൂടുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ക്വാളിറ്റി, നമ്മുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ ഭംഗി കൂടെ കൂടുന്നത്, നമ്മുടെ സ്ഥാനം കൂടെ കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് പകരം ക്രെഡിറ്റ് എടുത്ത് അഹങ്കരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ്. അത് മാത്രമല്ല, ബട്ട് കണ്ടിന്യൂസ്, അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടു ഹോൾഡ് ഇറ്റ്, അതിനെങ്ങനെ പിടിച്ചു വെക്കാൻ. ആൻഡ് ഷെയർ ഇറ്റ്, അതിനെ ഷെയർ ചെയ്യാനും. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ മൂണിന്റെ ലൈറ്റിനെ അതിങ്ങനെ പിടിച്ചു വെക്കാനും അതിങ്ങനെ ഷെയർ ചെയ്യാനും, ഈ ലോകത്തിലേക്ക് മുഴുവനും ഇതിന്റെ ആ ഒരു ലൈറ്റ്, ആ ഒരു ബ്രൈറ്റ്നെസ് അതിങ്ങനെ ഷെയർ ചെയ്യാൻ ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആകാശം അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇൻ ദാറ്റ് വേ ബി നോൺ, ആ രൂപത്തിൽ ആകാശത്തെ ബി നോൺ അറിയപ്പെടുക. ആൻഡ് ദാറ്റ് വേ, ആ രൂപത്തിൽ ബി നോൺ അറിയപ്പെടണം. ഈ ആകാശം അറിയുന്നത് പോലെ ആ രൂപത്തിൽ ബി നോൺ നിങ്ങൾ അറിയപ്പെടണം. അപ്പോൾ നമ്മൾ അറിയപ്പെടേണ്ടത്, നമ്മൾ സന്തോഷം പകരുന്ന ആളുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. മറ്റുള്ളവർക്കുള്ള സന്തോഷം നമ്മൾ പിടിച്ചു വെക്കുന്ന പിശുക്കനായിട്ടോ അല്ലെങ്കിൽ ഒരു ബാരിക്കേഡായി അല്ലെങ്കിൽ ഒരു തടവറയായിട്ടല്ല നമ്മൾ അറിയപ്പെടേണ്ടത്. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മിലൂടെ പല ആളുകൾക്കും സന്തോഷം, ഹാപ്പിനെസ് കൈമാറുന്ന ആളായിട്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. വളരെ ഈ പുതിയ കാലത്ത് വളരെയധികം കാലോചിതമായ, വളരെയധികം ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് തോട്ട്സുകളുമായിട്ടാണ് നമ്മുടെ പോയറ്റ് നവോമി ശിഹാബ് നമ്മുടെ മുന്നിലേക്ക് ഈ പോയം അവതരിപ്പിക്കുന്നത്.